ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്യാരറ്റ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു തോരനാണിത്. അപ്പോൾ എപ്പോഴും ഒരുപോലെ ക്യാരറ്റ് തോരനൊക്കെ തയ്യാറാക്കുന്നവർ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത്. നമുക്ക് തോരൻ തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇവിടെ 3 വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അങ്ങനെ ക്യാരറ്റും സവാളയും പച്ചമുളകും നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കാതെ വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ആവശ്യമെങ്കിൽ വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റും സവാളയും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് മാത്രമേ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർത്തിട്ട് ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ സ്മെല്ല് മാറിയാൽ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. പപ്പടമാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ്. പപ്പടം ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 5 പപ്പടം പൊടിച്ചെടുത്തതാണ് ചേർക്കുന്നത്. അങ്ങനെ പൊടിച്ചെടുത്ത പപ്പടം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റും പപ്പടവും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ വെജിറ്റേറിയൻസിന് ഈ ഒരു സമയം ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാം. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ തോരനിൽ ഒരു മെയിനായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. മുട്ടയാണ് ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ്. ഞാനിവിടെ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷായിരിക്കും ഈ ഒരു തോരൻ. പിന്നെ ഇതിൽ ചേർക്കേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ക്യാരറ്റ്, പപ്പടം, മുട്ട, ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല. ഞാനിവിടെ ചേർത്തിരിക്കുന്ന പോലെയല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതുപോലെ ഓപ്ഷൻസിൽ ഓൾ സെലക്ട് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്